കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കാഞ്ചിയാർ പഞ്ചായത്ത് മെമ്പർ രമ മനോഹരൻ്റെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നു. വിഷ്ണുവിനെ മാത്രമേ അറിയൂ എന്ന് പഞ്ചായത്ത് മെമ്പർ പറയുന്നു. വീടിനുള്ളിൽ വിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയുമുള്ള വിവരം അറിയില്ലായിരുന്നു. പലപ്പോഴും വീട് പൂട്ടിയ നിലയിൽ കിടക്കുകയായിരുന്നു. അച്ഛനും മകനും മാത്രമാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്ക് എടുത്തതെന്നും പഞ്ചായത്ത് മെമ്പർ രമ മനോഹരൻ 24-നോട്. അച്ഛനും മോനും മാത്രമുള്ളതെന്നായിരുന്നു നമുക്ക് അന്ന് അറിവ് കിട്ടിയത്. പിന്നെ ഞാൻ ഇവിടെ പല പ്രാവശ്യം ഈ വീട്ടുകാരെ പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴൊന്നും ഇവരെ കണ്ടിട്ടില്ല. നമ്മുടെ വാർഡിൽ നിന്ന് ഹരിതകർമ്മസേനക്കാരും ആശാവർക്കർമാരും കൂടെ വരാറുണ്ട് വീടുകൾ സന്ദർശിക്കുമ്പോൾ. ആ സമയത്തൊന്നും ഇവർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. പരിചയപ്പെടാൻ നോക്കി ശ്രമിച്ചിട്ടൊന്നും ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഇനി താഴത്തെ വീട്ടിലെവരും പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് ഒരു പെങ്കൊച്ച് തേങ്ങ ഇടുന്ന കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തേങ്ങ ഇട്ടെന്ന് പറഞ്ഞപ്പം മറ്റേ ഉടമസ്ഥയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവരല്ലായിരുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ പിന്നെ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഇവിടെ പണി ചെയ്യിച്ചായിരുന്നു. ഈ വഴിയൊക്കെ വൃത്തിയാക്കിയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കയറി ചെന്നായിരുന്നു തന്നെ. അവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് മേൽവശമൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഒന്നും ആളില്ലായിരുന്നു. ഈ സ്ത്രീകളെ അവർ കണ്ടിട്ടില്ല. അവർ ചെറുക്കനെ മാത്രം അറിയാം. എന്തായാലും വളരെ സംശയം ജനിപ്പിക്കുന്നു. പോലീസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. രാഹുൽ വിജയൻ വീണ്ടും ഇടുക്കിയിൽ നിന്ന് ചേരുന്നു ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ. പറയൂ രാഹുൽ വിജയൻ, പുതുതായിട്ട് എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ? SK അടിമുടി ദുരൂഹതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ പറയുന്നു ഈ വീട്ടിൽ 2 സ്ത്രീകൾ ഉണ്ടായിരുന്ന വിവരം അവർക്കറിയില്ലായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ ആളുകൾക്ക് പോലും അറിയില്ലായിരുന്നു. ഒന്ന് പുറത്തേക്ക് പോലും അവർ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള എല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ വീട് വാടകയ്ക്ക് എടുത്തത് വിഷ്ണുവും അതുപോലെ തന്നെ വിഷ്ണുവിന്റെ പിതാവ് വിജയനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വലിയ ദുരൂഹത പോലീസ് സംശയിക്കുന്നു. ഈ വീടിനകത്തെ ഒരു മുറിയിൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള വലിയ സംശയം പോലീസിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ഈ സ്ഥലത്തെത്തിച്ച് ആ തറ പൊളിച്ച് പരിശോധന നടത്താൻ വേണ്ടിയുള്ള നീക്കം പോലീസ് തുടങ്ങിയിരിക്കുന്നത്.